ഹലോ ഗൈസ്, എല്ലാവർക്കും പീസ് മേക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് ഹീറോ എക്സ്പൾസ് 4V. ഗൈസ്, അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ടയർ വരുന്ന സൈസ് എന്ന് വെച്ചെങ്കിൽ 90/90 21, അതേപോലെ റിയർ ടയർ സൈസ് വരുന്നത് 120/80/18 ആണ്. അപ്പോൾ രണ്ട് വീലിനും സ്പോക്ക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ വിൻഷീൽഡ് നല്ല അപ്രൈഡ് പൊസിഷൻസ് ഉള്ള വിൻഷീൽഡ് ആണ് പ്രൊവൈഡ് ആയിരിക്കുന്നത്. പഴയ എക്സ്പൾസിൽ ആണെങ്കിൽ ചെറിയ വിൻഷീൽഡ് ആയിരുന്നു, പക്ഷേ ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫ്ലൈ മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഓയിൽ കൂൾഡ് വണ്ടിയാണ്. ഈ വണ്ടിയുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 199.6 cc, 18.9 bhp at 8500 rpm, 17.35 Nm at 6500 rpm പവർ പ്രൊഡ്യൂസ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടി 5 സ്പീഡ് ഗിയർ വണ്ടിയാണ്. പിന്നെ അടിയിൽ തന്നെ ഈ സ്റ്റീൽ പ്ലേറ്റും പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് മിഡിൽ സ്റ്റാൻഡ് കമ്പനി പ്രൊവൈഡ് ആക്കിയിട്ടില്ല. പിന്നെ ബാക്കിലേക്ക് അതേപോലെ സാരിയും കാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ചെയിൻ ഡ്രൈവ് ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് LED DRLാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 4 ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഹലോജൻ ബൾബിന് കൂടെയാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ലൈറ്റും LED ബ്രേക്ക് ലൈറ്റാണ് പ്രൊവൈഡ് ആക്കിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾ പോലെയല്ല, സൈലൻസർ കുറച്ച് മേലോട്ട്, ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടാണ് മേലോട്ട് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറമെ തന്നെ ഒരു ഫൈബർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് കിക്കറും പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് സൈസ് വരുന്നത് 276 mm, അതേപോലെ റിയർ ഡിസ്ക് സൈസ് വരുന്നത് 220 mm ആണ്. പിന്നെ രണ്ട് വീലും സ്പോക്ക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി ഒരു ഡ്യുവൽ ചാനൽ ABS ബ്രേക്ക് സിസ്റ്റം ഇതിന് പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയിലായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റും പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 220 mm ആണ്. ഫ്രണ്ട് ആണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, റെയർ ഒരു മോണോഷോക്കും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പറയാമെങ്കിൽ ഇതിന്റെ സസ്പെൻഷൻ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ഗട്ടറൊക്കെ ചാടുന്ന അറിയത്തേ ഇല്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ഇതിന്റെ സസ്പെൻഷൻ. പിന്നെ ഹാൻഡിലേക്ക് വരുമ്പോൾ ലൈറ്റിന്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രൈറ്റ്, ഡിം, പിന്നെ പാസ് സ്വിച്ച്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഹോർൺ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലച്ച് നോർമൽ ക്ലച്ച് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി മീറ്ററിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷന്, പിന്നെ അതേപോലെ തന്നെ ABSന്റെ ഇൻഡിക്കേഷന്, പിന്നെ ഗിയർ ഇൻഡിക്കേഷന്, ആവറേജ്, പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി ഡയറക്ഷൻ ഇൻഡിക്കേഷന്, ബ്ലൂടൂത്ത് ആയിട്ട് ഫോൺ കണക്ട് ആക്കി നമുക്ക് ഡയറക്ഷനും ഇൻഡിക്കേഷനും ഇതിൽ സെറ്റാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു USB പോർട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോൺ ചാർജ് ആക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഈ വണ്ടിക്ക് വരുന്നത് 13 ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് അത്യാവശ്യം കുഷൻഡാണ്. എൻ്റെ വണ്ടി കമ്പയർ ആക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല കുഷൻഡുള്ള സീറ്റാണ്. ഈ വണ്ടിക്ക് പിന്നെ സീറ്റായിട്ട് വരുന്നത് 825 mm ആണ്. 825 mm ആണ് ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഏകദേശം ഇത്രയാണ്. ഈ ടോ മാത്രമാണ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്, ഫുള്ള് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഏകദേശമായിട്ട് 5.6 സംതിങ് ആണ് എൻ്റെ ഹൈറ്റ്. സോ ഏകദേശം എനിക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൽ 2 കാല് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഏകദേശം സീറ്റായിട്ട്. പിന്നെ ഇതൊരു 5 സ്പീഡ് ഗിയർ വണ്ടിയാണ്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ആയ കാര്യം എന്ന് വെച്ചെങ്കിൽ നല്ല സ്മൂത്ത് വണ്ടിയാണ്. പിന്നെ ഒരു 80 to 90 ആണ് ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് കണ്ട് ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ട് ഹാൻഡിലായെങ്കിലും. പിന്നെ ഈ വിൻഷീൽഡിന് ഒരു തേർഡ് ഗിയറിലൊക്കെ ആകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചെങ്കിൽ നല്ല സസ്പെൻഷനാണ്. നമുക്ക് ഗട്ടറൊക്കെ ചാടിയാൽ അത്ര പെട്ടെന്നൊന്നും ഫീൽ ആവത്തില്ല, അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ കമ്പാരിറ്റീവിൽ ഇപ്പോൾ എൻ്റെ വണ്ടിയെങ്കിൽ NS ആണ്, അതിനെ കമ്പയർ ആക്കിയെങ്കിൽ സീറ്റും അത്യാവശ്യം കുഷൻഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് പുറമേ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ ഓണറിനോട് തന്നെ ചോദിക്കാം. നിതിൻ, വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ വണ്ടിയെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉത്തരം തരാം. ഓക്കെ, ഇത്രയും മേഖലയിലെ വണ്ടി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ എക്സ്പൾസ് തന്നെ വാങ്ങി?
എക്സ്പൾസ് ഒരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് വണ്ടി മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് മേടിക്കാതെ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് എക്സ്പൾസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കണ്ടപ്പം തൊട്ടൊരു ഇഷ്ടം, ആ ഇഷ്ടം ഇന്ന് ഇവിടെ വരെ എത്തിച്ച്. അതാണ്. ബട്ട് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് വേറെ ഒന്നുമില്ല, വണ്ടി കണ്ടെന്നോട്ട് മേടിക്കണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹം. പിന്നെ ഓരോ കാലങ്ങൾ പോയി വണ്ടി കിട്ടി അവസാനം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ആൻഡ് പിന്നെ ബാക്കിയുള്ള വണ്ടികളും കമ്പയർ ആക്കുമ്പോൾ ഇതിൽ എന്താണ് ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നത്? എനിക്ക് വണ്ടിയിൽ വ്യത്യാസമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര സ്പീഡ് ത്രില്ല് ചെയ്യുന്നൊരു മനുഷ്യനല്ല. കമ്പയർ ടു വേറെ സ്പോർട്സ് ബൈക്സ് നോക്കുമ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഡിസൈനാണ് ഫസ്റ്റ് ഓഫ് ഓൾ അട്രാക്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ എന്തൊരു കംഫർട്ട് സോണ്, പിന്നെ കുറെ പേരുടെ റിവ്യൂ, അപ്പൊ അതെല്ലാം കണ്ടപ്പം ഐ വാസ് ലൈക്ക് ഇതായിരിക്കും നമ്മളുടെ വണ്ടി എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയാണ്. ഓക്കെ. പിന്നെ മൈലേജ് എത്രയാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്? കമ്പനി പറഞ്ഞ മൈലേജ് 45-40 ആണ്, 40 to 45 ആണ്. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എക്സ്പൾസ് ഉള്ള ഫ്രണ്ട്സ് പറയുന്നത് യു കൻ എക്സ്പെക്ട് 40. സോ ഐ എം ഹാപ്പി ഇൻ ദാറ്റ് ഓൾസോ. ഇന്നലാണ് വണ്ടി ഡെലിവറി എടുത്തത്? ഇന്നലെ. ഓക്കെ. ഇനി ഭാവിയിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മോഡിഫിക്കേഷൻ അങ്ങനെ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ചെറിയ അവിടെ നമ്മളെ പോകുന്ന അനുസരിച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ. കാരണം ഞാൻ വലിയ മോഡിഫിക്കേഷനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ്. സോ കറന്റ്ലി ഐ എം ഹാപ്പി വിത്ത് സ്റ്റോക്കിൽ തന്നെ ഹാപ്പിയാണ്. പക്ഷെ കറന്റ്ലി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്, കാരണം ട്രാവലിംഗ് എല്ലാം ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വരാനും അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ റൈഡിങ് കംഫർട്ട് എങ്ങനെയുണ്ട്? റൈഡിങ് കംഫർട്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് അറിയായിരുന്നു. പക്ഷെ എനിക്ക് മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരുടെ റിവ്യൂ ആയിരുന്നു. കാരണം വണ്ടി എടുത്തിട്ട് പിന്നെ അവര് പറയല് നീ നാളെ പറയല് വണ്ടി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ്. പക്ഷെ കമ്പയർ ടു എൻ്റെ വീട്ടിലെ അളിയന്മാരാണെങ്കിലും വേറെ ഫാമിലിയിലുള്ള ആൾക്കാർ ഓടിച്ചപ്പോഴും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്, വണ്ടിയുടെ സൗണ്ട് കൊള്ളാം, ആ ഒരു സംഭവം. അപ്പൊ അവര് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ് റൈഡിങ് കംഫർട്ട്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ആ ഒരു കംഫർട്ട് സോണിലുള്ളതാണ്. നമ്മളൊരു കംഫർട്ട് സോണില്ല, അപ്പൊ ആ ഒരു സോണിലുള്ളതാണ് എനിക്ക് തോന്നി ശരി, ഈ വണ്ടി നമുക്ക് പറ്റിയ വണ്ടിയാണ്. കംഫർട്ട് ഉണ്ട്, പിന്നെ വലിയ ചടപ്പിക്കത്തില്ല. സോ അന്നോട്ട് തീരുമാനിച്ചാണ് മേടിച്ച ഈ വണ്ടി. അങ്ങനെ. അപ്പൊ ഈ വണ്ടിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഓഫ് റോഡ് കളിക്കാം, പിന്നെ നല്ല റൈഡിങ് കംഫർട്ടബിൾ ഉണ്ട്, പിന്നെ ഈ ഒരു അട്രാക്റ്റീവ് ആണ്, ഐ കാച്ചിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഐ കാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സൗണ്ടും അങ്ങനെ എരപ്പിച്ച് അങ്ങനെ വലിയ ഓവറാക്കിയിട്ടില്ല, എന്നാൽ സെയിം ടൈം അങ്ങനെ ഭയങ്കര മൈല്യൂട്ട്. നെഗറ്റീവ് എനിക്ക് ഇതുവരെ ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ പറയാനായിട്ടുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അപ്പൊ എനിക്ക് എനിക്ക് വണ്ടി ആണ്, എനിക്ക് അഡ്ജസ്റ്റബിൾ ആക്കും. പക്ഷെ ചില അവർക്കൊരു ഹൈറ്റിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട്, കയറിയിരിക്കാനും ഒന്ന് ഓടിച്ച് സഡനായിട്ട് കാലെല്ലാം കുത്തണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. ഇത്ര നേരം നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പുതിയ അപ്കമിങ് വീഡിയോസിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അണ്ടിൽ ദെൻ ബൈ, പീസ്.